ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചൈനീസ് ഡിഷായ ഷേസ്വാൻ ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഷേസ്വാൻ സോസാണ്. അപ്പോൾ ഷേസ്വാൻ സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഷേസ്വാൻ ചിക്കൻ്റേത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിക്ക് ബോൺലെസ് ചിക്കനാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ സോയ് സോസ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടീസ്പൂൺ. ഇനി ആവശ്യം കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും എടുത്തിട്ടുണ്ട്, പിന്നെ 1 കോഴിമുട്ട. അപ്പോൾ ഇത്രയും ഉപയോഗിച്ച് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന ആ സമയത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഷേസ്വാൻ ചിക്കൻ ഗ്രേവി തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 സവാള ചോപ്പ് ചെയ്തത്, വിനാഗിരി എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഒണിയൻ 3 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ സോയ് സോസ്, 3 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ആ സമയത്താണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, വറ്റൽമുളക്, ഇനി 1 ടീസ്പൂൺ വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഏകദേശം ഒരു 30-40 സെക്കൻഡൊക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം.
ആദ്യം നമുക്ക് ഷെസ്വാൻ സോസ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സോയ സോസ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 30 സെക്കൻഡ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കളർ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. നമ്മുടെ ചിക്കന് നല്ലൊരു ഷൈനിങ്ങും ലഭിക്കും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സോസിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാകും. അപ്പോൾ ആ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയനും പിന്നെ കുറച്ച് എള്ളും കൂടെ ഇതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് ഡിഷാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിവിടെ കുറച്ച് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.